ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ പുഷ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്? ഓവർ എക്സൈറ്റഡ് ആണോ? ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടിയിരിക്കുകയാണോ? എന്തെങ്കിലും പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ശ്രദ്ധിക്കും, പാട്ടും ട്രെയിലർ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മോസ്റ്റ് അവൈറ്റിംഗ് മൂവി, എക്സൈറ്റഡ്. എന്താണ് പുഷ്പ 2 നടക്കാൻ പോകുന്നത്? ഹൈ വോൾട്ടേജിലല്ലേ പടത്തിന്റെ ട്രെയിലറും പ്രൊമോഷനൊക്കെ നടത്തുന്നത്. അപ്പൊ എന്തായാലും മനസ്സിൽ നല്ല തീ ഉണ്ടാവും, ഉറപ്പാ. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരട്ടെ പുഷ്പയിൽ എന്താ സംഭവിക്കാൻ പോണേന്ന്. പൊട്ടുവോ ജയിക്കുവോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആരെ ഗൈസ്, റെഡി? വീഡിയോയിലേക്ക് പോവാം. ബാ. പുഷ്പ 2 അതിന് ഫസ്റ്റ് സിംഗിൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. പുഷ്പ എല്ലാമുണ്ട് പുഷ്പയ്ക്ക്. അത് കേട്ടാൽ തന്നെ അറിയാം ആ പാട്ട് പോയി. രണ്ടാമതും പോയി, 3 പോയി, 4 പോയി. ഇനി എപ്പോൾ ഇറങ്ങിയിട്ടുള്ള എല്ലാ പാട്ടും ആയിരുന്നു ഒന്നിനും കൊള്ളില്ലാത്ത പാട്ടുകളായിരുന്നു. ഹൈ വോൾട്ടേജ് നിറഞ്ഞിട്ടുള്ള ട്രെയിലർ വരെ മനുഷ്യന് ഭ്രാന്തെടുത്ത് തന്നെ കണ്ടത്. വൈൽഡ് ഫയർ. ഈ പടം ഫ്ലോപ്പ് ആവുന്ന കാര്യത്തിൽ 100% ഉറപ്പൊന്നും ഞാൻ പറയണില്ല. ചിലപ്പോൾ അല്ലു അർജുൻ ഫാൻസൊക്കെ കൊണ്ട് എല്ലാവരും ഇത് ബ്ലോക്ക് ബസ്റ്റർ ആക്കും. ഞാനൊരു അല്ലു അർജുൻ്റെ ഫാനാണ്. പക്ഷേ ഇങ്ങനത്തെ അല്ലു അർജുൻ അല്ല. നമ്മുടെ ബണ്ണിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അത് അന്തകാലത്തെ അല്ലു അർജുൻ. ഇന്തകാലത്തും അല്ലു അർജുൻ നല്ലതുണ്ട്. അങ്ങ് വൈകുണ്ഠപുരം സിനിമയൊക്കെ നല്ല സിനിമകളാണ്. പക്ഷേ ഇതുപോലെയൊന്നും അല്ലു അർജുനെ മാസ്സാക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്ര മാസമൊന്നും വേണ്ട, അത് കുറച്ച് ഓവറാണ്. ഈ സിനിമയിലെ പുഷ്പ 2 ഒരു ഓവർ എക്സൈറ്റഡ് ആക്കാൻ ഓഡിയൻസിന് മനസ്സിൽ ഇതൊരു ചെറിയ സിനിമയല്ല, ഇതൊരു വലിയ സിനിമയാണ്, ഒരുപാട് ബഡ്ജറ്റ് ഇറക്കിയിട്ട് കളിച്ചിട്ടുള്ളതാണ്, ഇതൊരു തീയാണ്, മറ്റേതാണ് വൈൽഡ് ഫയറാണ്, തേങ്ങയാണ്, മാങ്ങയാന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളല്ല, പടത്തിലുള്ളവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പടത്തിന് ഡയറക്ടർ ആൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പുഷ്പ എന്ന സിനിമയ്ക്ക് വേണ്ടി. കാരണം KGF 2 ഒരു വലിയ ഹിറ്റായിരുന്നു, വലിയ ഹിറ്റ്. KGF-ലെ റോക്കി ബായിന്റെ ഒരു സീൻസും ഒരു ഡയലോഗ്സും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും സ്ട്രെങ്ത് കൂട്ടിയിട്ടുള്ള ഡയലോഗ്സ് തന്നെയായിരുന്നു. പുഷ്പയിൽ അങ്ങനത്തെ ഡയലോഗ്സ് ഉണ്ട്, അതുപോലത്തെ സീൻസ് ഉണ്ട്, അതുപോലത്തെ പരിപാടികളുണ്ട്. മിക്കവാറും നിങ്ങൾ നോക്കിയോ, പുഷ്പ എന്ന സിനിമയിൽ ശ്രീവല്ലി എന്നുള്ള കഥാപാത്രം ചിലപ്പോൾ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം KGF 2-ൽ മെഹബൂബ ഒക്കെ കഴിഞ്ഞ് നല്ല റൊമാൻസ് ആയിട്ട് അമ്മ വരാൻ പോകണമെന്ന് പറഞ്ഞ സമയത്ത് വില്ലനവർ വെടിക്കങ്ങ് അവളങ്ങ് തീർക്കും. അതുപോലെ തന്നെ അതിനേക്കാൾ ഹൈ വോൾട്ടേജിലായിരിക്കും ശ്രീവള്ളിയുടെ മരണം. ചിലപ്പോൾ അവൾ മരിക്കാനും ചാൻസ് ഉണ്ട്. ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ മിക്കവാറും കുറയ്ക്കാനാണ് ചാൻസ്. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. കാരണം അല്ലു അർജുൻ്റെ മാസ്, അതായത് പുഷ്പയുടെ മാസ് അങ്ങ് ഹൈ വോൾട്ടേജ് നിൽക്കുമ്പോൾ ഈ ഫഹദ് ഫാസിനെ പോലത്തുള്ള ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ പോലും താഴെ വീഴാത്ത പുഷ്പരാജ് എന്തായാലും അവനെ നശിപ്പിക്കും. ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ഒരു പാതി എന്തായാലും ഈ പടത്തിന് 3-ാം ഭാഗം ഉണ്ടാവും. കാരണം KGF-ന് 3-ാം ഭാഗം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുഷ്പയ്ക്ക് 3-ാം ഭാഗം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമയുടെ അവസാനമല്ല, ഈ ഫഹദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലിനെ സിനിമയിൽ ചിലപ്പോൾ കൊല്ലുമായിരിക്കും. എന്തായാലും കൊല്ലണം. 3-ലും ഫഹദിനെ വെച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഫഹദിനെ മിക്കവാറും വെടി വെച്ച് കൊല്ലുകയോ എന്തെങ്കിലും വണ്ടി ഇടിച്ച് കൊല്ലുകയോ ബ്ലാസ്റ്റ് ചെയ്ത് കൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊല്ലും. മിക്കവാറും ഫഹദിനെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. പിന്നെ റോക്കീൻ്റെ അതേ പവർ തന്നെയായിരിക്കും. അത്രയും ലക്ഷറി സെറ്റപ്പ്, കൈ നിറച്ച് സ്വർണം, കഴുത്ത് നിറച്ച് സ്വർണം, കാറുകളൊക്കെ ലക്ഷറി കാറുകൾ, വലിയ നില. അങ്ങനെ വെച്ചാൽ വലിയ നില എന്ന് വെച്ചാൽ പുള്ളിയുടെ റിച്ച് ലൈഫ് വലിയൊരു സ്റ്റേജിലായിരിക്കും. ഒരു വേറെ റേഞ്ച്. വിച്ച് കമ്പനി KGF-ൽ ഒരു ഡയലോഗ് ചോദിക്കില്ലേ, വിച്ച് കമ്പനി, ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഞാനും വേൾഡ് ആന്ന് പറയും. ചിലപ്പോൾ അവൻ വേൾഡ്, ഇന്റർനാഷണൽ ബിസിനസ് അവൻ്റെ എന്ന് പറയും. ഇവിടെ ഇന്ത്യ ആണെങ്കിൽ അവൻ പറയും വേൾഡ് എന്ന്. അതായിരിക്കും മിക്കവാറും അതിനകത്തും. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട,
ഇന്റർനാഷണൽ. ചന്ദനക്കടത്ത് നടത്തി ഇവൻ വലിയ പുള്ളിയായി മാറിയിരിക്കുക. മറ്റവൻ സ്വർണത്തിന് പിന്നെ ഒരു മൂല്യമുണ്ട്. അത് അതുപോലെ സിനിമയായിരുന്നു. ആ ഗണ്ണ മറ്റേ KGF വെടിയിൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഒരു ആകാശത്ത് പൊങ്ങിപ്പോയില്ലേ, പുഷ്പയിലും ഉണ്ടാവും. വെട്ടി നുറുക്കും, കോട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് ഒരു വരവ് വരും പുഷ്പരാജ്. അപ്പം കണ്ടോ, ഒരു പവർ സാധനമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. നിങ്ങളുടെ പ്രതീക്ഷണത്തിനേക്കാൾ കൂടിപ്പോയിട്ട് നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. ഉറപ്പാ. 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. ഇവിടെ കേരളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും തൊഴുത് അങ്ങനെ തൊഴുത് വരും. പുഷ്പയുടെ റൂൾ. പുഷ്പ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന പുഷ്പയ്ക്ക് ഒരു പിന്നെയും ഇതുപോലത്തെ ഫഹദിനെ പോലത്തെ പോരാ, അതിലും വലിയ ഒരാൾ തന്നെ വേണം. ഏതെങ്കിലും ബോളിവുഡോ ഹോളിവുഡോ ആക്ടറിനെ ഏതെങ്കിലും ഈ സിനിമയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. കാരണം പുഷ്പയ്ക്ക് അങ്ങോട്ട് കാളിയായിരിക്കാണ്, കാളി. ദേഷ്യം വരികയാണ്. മറ്റേ എന്താ പറയുക, പെൺവേഷത്തിലൊക്കെ വരുന്ന കണ്ടില്ലേ, സാരിയൊക്കെ മടക്കി കുത്തി ഇങ്ങനെ നടന്ന് വരും. പുഷ്പ ഫയറേ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കണ്ടിട്ടില്ലേ. അങ്ങനത്തെ ദൈവമായി വരിക എന്നൊക്കെ പറയും. ചിലപ്പോൾ രാമായണത്തിലൊക്കെ കഥാപാത്രമൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും. അതുപോലെ ദേവിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് വരും. അതുപോലെയല്ലേ കാണിക്കുന്നേ. ഇതൊക്കെ കൊട്ടി കത്തി കൊണ്ടൊക്കെ വരഞ്ഞ് ചോരയൊക്കെ വരുത്തി അങ്ങനത്തെ ഹൈ മാസാണ്. ഈശ്വര, ഇനി പ്രേതം അങ്ങായിട്ടായിട്ട് വരുമോ? സ്ത്രീവേഷത്തിൽ പ്രേതം, കാഞ്ചന. എനിവേസ്, ബട്ട് മൊത്തത്തിൽ നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ പറ്റി നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷനും ഓവർ ഹൈപ്പും ഒക്കെ നിറച്ച് സിനിമയുടെ പ്രൊമോഷനെ കാണിക്കുന്ന പോലെയും ടീസർ പ്രൊമോ ഒക്കെ കാണുന്ന പോലെ ഒന്നും സിനിമയിലൊക്കെ ഇല്ല. സിനിമയിലൊക്കെ കങ്കുവ കണ്ടല്ലോ, അവൻ 2000 കോടി അടിക്കുമെന്ന് പറഞ്ഞിട്ട് 100 കോടി അടിക്കാൻ കഷ്ടപ്പെട്ട സിനിമയാണ് കങ്കുവൊക്കെ. ആ റേഞ്ച് പോലെ ആവും മിക്കവാറും. അതുകൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട. കാം ഡൗൺ. പോയി ഞങ്ങൾ കാണുക, സിനിമ കാണുക, വിസിലടിക്കുക, തിരിച്ചു വരിക. പുറത്ത് മീഡിയക്കാരുണ്ടാവും. കച്ചറയാണെങ്കിൽ കച്ചറ എന്ന് പറയാം, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി. പ്രൊമോഷനും ഒക്കെ കണ്ടപ്പോഴേ നിങ്ങളുടെയൊക്കെ റിയാക്ഷനും എക്സ്പ്രഷനും നിങ്ങളുടെ ഭാവവ്യത്യാസങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ അല്ലു അർജുൻ ഫാൻസിനും ബൈ. പുഷ്പ ഒരു ബ്രാൻഡാ.